ഓക്കെ, അപ്പം നമ്മളെ ഫോർത്ത് ചാപ്റ്ററിലേക്ക് എത്തി, കെമിക്കൽ കൈനറ്റിക്സ്. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? നമുക്കറിയാം അല്ലേ, മൂവ്മെൻറ്റിനെ കുറിച്ചത്, കെമിക്കൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മളെ ഫസ്റ്റ് ടോപ്പിക്, ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് പോയിന്റിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഫാക്ടർ ഇഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഇക്വേഷൻ. നമ്മളൊരു ഇക്വേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഫസ്റ്റ്. എന്താ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അളവ് അല്ലേ? എന്തിൻ്റെ? റിയാക്റ്റൻറ്റിൻ്റെ, നമ്മളെടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ അളവ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ടെമ്പറേച്ചർ ഇഫക്റ്റ് ചെയ്യും. ആൻഡ് കാറ്റലിസ്റ്റും എന്തിനെ ഇഫക്റ്റ് ചെയ്യും? റേറ്റിനെ ഇഫക്റ്റ് ചെയ്യും. നമുക്കറിയാമല്ലേ, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗതയാണ് അല്ലേ? ഒരു റിയാക്ഷൻ നടക്കാൻ എടുക്കുന്ന വേഗത, അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ദ ഇക്വേഷൻ പറയുക. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഇക്വേഷന് ഒരു ലോ ഉണ്ട്, റേറ്റ് ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ലോ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആ റേറ്റ് ലോ. It states that the rate of reaction is depend upon the concentration of reactant and product. അതായത് എന്താണ് റേറ്റ് ഓഫ് ഇക്വേഷൻ ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിനെ ഡിപ്പെൻഡ് അപ്പോൺ ആണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഇങ്ങനെയും പറയാം, റിയാക്റ്റൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും അളവിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ത്? റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പം ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി, റേറ്റ് ഓഫ് ഇക്വേഷൻ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഏതാണ്? ഒരു റിവേഴ്സിബിൾ ഇക്വേഷൻ. എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്റ്റ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ ഓർ എന്താണ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പം റേറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? കെ വരും. നമുക്കറിയാം പ്രപ്പോർഷൻ ഒഴിവാക്കുന്ന സമയത്ത്, ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് വരും? ഒരു കെ വരും. അപ്പോൾ ഒരു കെ അല്ല, ഒരു കോൺസ്റ്റന്റ് വരും. കോൺസ്റ്റന്റ് കെ ഇസ് ദ റൈറ്റ് കോൺസ്റ്റന്റ് ആണ് ഇത് കെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ ഈ കെ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് XY എന്ന് പറയുന്നത് എന്താ? എക്സ്പെരിമെന്റൽ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് റേറ്റ് ലോ സ്റ്റേറ്റ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ കേക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം കെ മെഷർ സ്പീഡ് ഓഫ് റിയാക്ഷൻ. കെ നമുക്ക് സ്പീഡ് ഓഫ് റിയാക്ഷൻ മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് കെ ഇസ് ദ ലാർജ് ഫോർ. കെ എന്തിന് ലാർജ് ആയിരിക്കും? ഫാസ്റ്റ് റിയാക്ഷന് ലാർജും, സ്മോൾ ഫോർ സ്ലോ റിയാക്ഷൻ. കെ കൂടുതൽ എന്തിനായിരിക്കും? ഫാസ്റ്റ് റിയാക്ഷനും, ആൻഡ് കുറവായിരിക്കും എന്തിന്? സ്ലോ റിയാക്ഷന്. കെ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ചേഞ്ച് ചെയ്യും. എന്ത്? കെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കെ ചേഞ്ച് ചെയ്യും. യൂണിറ്റ് ഓഫ് കെ ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? കെ. അപ്പോൾ എന്താണ് ഓർഡർ ഓഫ് റിയാക്ഷൻ? എന്താണ് ഒരു ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷൻ, അതായത് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ്റെ പവറിൻ്റെ സമ്മായിരിക്കും എന്ത്? ഓർഡർ. എന്ന് വെച്ചാൽ ഓർഡർ എന്താണ്? ഇതിൽ നമ്മൾ ഇതിൻ്റെ പവറിൻ്റെ സമ്മായിരിക്കും. അപ്പം ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഇസ് ഈക്വൽ ടു x + y ആണ്.
ഓർഡർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഈ എക്സ് പ്ലസ് വൈ ഇതെന്താണ്? യൂണിറ്റ് ഓഫ് കെ ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ സം ആണ് അല്ലേ? അപ്പൊ ചിലതിൽ 0, 1, 2 അങ്ങനെ ഓർഡർ ഓഫ് റിയാക്ഷൻ എങ്ങനെ പോവാ. അപ്പോൾ ഈ എക്സിന്റെ വൈൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ആ റേറ്റ് ഇക്വേഷനിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വൈൻ്റെ സമ്മ് കിട്ടുമ്പോഴേ നമുക്ക് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓർഡർ ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? യൂണിറ്റ് ഓഫ് കെ. അപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. എന്നുവെച്ചാൽ മോൾ റേസ് ടു 1 minus n into L raised to n minus 1 into S raised to minus 1. ഇതാണ് നമ്മൾ എന്തിൻ്റെ ഇക്വേഷൻ? കെൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. ഈ ഓർഡറിൻ്റെ എക്സ് പ്ലസ് വൈ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അതാണ്, അതായത് ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇതിപ്പോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ 0 ആണെന്നുണ്ടെങ്കിൽ കെൻ്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും വരാ? മോൾ റേസ് ടു 1 minus 0 into L raised to 0 minus 1 S raised to minus 1. That is m mol L raised to minus 1 S raised to minus 1. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ എന്ത്? കെ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കെ എന്ന് പറയുന്നത് ഇതായിരിക്കും യൂണിറ്റ്. ആൻഡ് ഇതിപ്പോൾ സീറോ ഓർഡർ. ഇനിയിപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ നമുക്ക് ഈ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഇനി ഇത് സെക്കൻഡ് ഓർഡർ ആണെങ്കിലോ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുക്കാം. അങ്ങനെയാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇതെന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഈ മോൾ റേസ് ടു -n 1 minus n into L raised to n minus 1 into S raised to minus 1. ഇതെന്താണ്? കെൻ്റെ യൂണിറ്റ് ആണ്. ഈ കെൻ്റെ യൂണിറ്റ് n എന്താണ്? ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കെൻ്റെ യൂണിറ്റ് ഇങ്ങനെ കാണാം. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, സീറോ ഓർഡർ റിയാക്ഷൻസിന് നമുക്ക് ഇത് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ആൻഡ് ഓർഡർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ യൂണിറ്റ് ഓഫ് കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നമുക്ക് ബൈ ഹാർട്ട് നമ്മൾ ഇങ്ങനത്തെ ഫസ്റ്റ് ഓർഡറിൻ്റെ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെൻ്റെ യൂണിറ്റ് എത്ര ആയിരിക്കും? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷന് 1 കൊടുക്കുകയാണ്. 1 minus 1 mol raised to 1 minus 1 and L raised to 1 minus 1 and S raised to minus 1. അപ്പോൾ ഇതും 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും. അപ്പോൾ നമ്മളെ കെൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? S raised to minus 1. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ്. ഒരു ഫിഗർ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ 4.4 ആൻഡ് 4.5 എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾസ് ഒക്കെ സാധാരണ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. Decomposition of nitrogen peroxide. Decomposition of nitrogen peroxide ൻ്റെത് എന്താണ്? എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ഹാഫ് ലൈഫ് പീരീഡ് എന്തായിരിക്കും? ഈ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് T/half ആണ്. ഇത് എഴുതിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. T എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ഹാഫ്, അതായത് ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ
it is defined as the time taken half of the reaction complete. എന്താണ്? It is defined as the time taken for half of reaction to be completed. Complete chain in the half reaction half complete ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്ത് പറയാ half life period of reaction. ഇത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? T is equal to half. T half is equal to reactant initial rate concentration by 2. ഇനി ഇതിന്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവുന്ന സമയത്ത് K is equal to 2.303 by T log initial state concentration of reactant and concentration of reactant. ഇതാണ് Kന്റെ ഇക്വേഷൻ. എന്തില്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവുന്ന സമയത്ത് Kന്റെ ഇക്വേഷൻ ഇതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇത് വിശദീകരിച്ച് ഓരോ 1 by 1 ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കാം. 2.303 divided by T half initial concentration of reactant and concentration of reactant. ഓക്കെ, ഇത് നമ്മൾ എന്താണ് T half ആക്കിയിട്ട് മാറ്റാൻ പോവാണ്. അതായത് T half is equal to at T half ആവുന്ന സമയത്ത് ഇത് ഫുൾ എന്താണ് ഒരു റിയാക്ഷൻ ഫുള്ള് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ലൈഫ് ആണ്, അതായത് T 1/2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? K is equal to ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാണ്. എന്താണ് വരിക? അപ്പം 2.303 T by half log R0 divided by concentration of R0 by 2 അല്ലേ? ഇതിങ്ങനെ തന്നെയാണല്ലോ വരാം, കാരണം R നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് by 2 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ T half is equal to 2.303 by K log 2. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വിശദീകരിച്ച് എഴുതിയാൽ നമുക്ക് log 2 കിട്ടും അല്ലേ? അപ്പോൾ log 2ന്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? log 2 is equal to 0.3010. ഇതാണ് log 2ന്റെ വാല്യൂ. അപ്പോൾ ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് T half is equal to 0.693 divided by K. അതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. അതായത് ഇതെന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T ഹാഫ് ലൈഫ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് T half is equal to 0.693 divided by K. ഓക്കെ ആണല്ലോ, ഈ ഭാഗത്ത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ? റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ശരിക്കും ഈ എന്താണ് റിയാക്ഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ, റിയാക്ഷൻ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിചാരിക്കും? നമ്മൾ വിചാരിക്കും അത് ഹയർ ഓർഡർ റിയാക്ഷൻ ആണെന്ന്. 0 to 1 2 3 അങ്ങനെ ഓർഡർ ഓഫ് റിയാക്ഷൻസ് അങ്ങനെ പോകുന്ന റിയാക്ഷൻസിൽ നമ്മൾ വിചാരിക്കും വലിയ ഓർഡറുള്ള റിയാക്ഷൻ ആണെന്ന്. പക്ഷെ ശരിക്കും എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അതിന് നമുക്കൊരു എക്സാമ്പിൾ പഠിക്കാനുണ്ട്.
hydrolysis of ethyl acetate in the presence of H plus in the presence of hydrolysis endinde ethyl acetate inde and equation namukku nokam CH3 COO CH2 H solid plus H2O gives H plus CH3 COOH plus C2H5OH. ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും വലിയ ഏതോ റിയാക്ഷൻ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ശരിക്കും ഇതിന്റെ ഓർഡർ എത്രയാണ്? ഇതിന്റെ റേറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ R rate is equal to K CH3 COOC2H5 plus raised to 1 X to 2O raised to 1 is equal to order എത്രയാണ്? 1 ആണ് അല്ലേ? ഇതിന്റെ ഓർഡർ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ വാല്യൂസ് എക്സിന്റെ വൈന്റെ വാല്യൂസ് എന്തിൽ കൊടുക്കും? റേറ്റ് ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സമ്മ കിട്ടിക്കഴിഞ്ഞാൽ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് ദിസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പക്ഷെ ഇതിന്റെ ഇക്വേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താണ്? ഹയർ ഓർഡർ ആണെന്ന്. അതാണ് സൂഡോ ഓർഡർ റിയാക്ഷൻ. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ റേറ്റ് ഓഫ് ഇക്വേഷൻ. ഇക്വേഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, റേറ്റ് ഓഫ് ഇക്വേഷൻ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് or എന്ത് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഇഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റേറ്റ് ഓഫ് ഇക്വേഷൻ എന്താവും? കൂടും. ഇത് എല്ലാ റിയാക്ഷൻസിനും അങ്ങനെ തന്നെയാണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ഇക്വേഷൻ എന്താവും? ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ ഒരു തിയറി പഠിക്കാണ്ട് എന്താണ്? ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. ഈ തിയറി എന്താ പറയുന്നത് വെച്ചാൽ ദ റേറ്റ് ഈസ് നിയർലി ഡബിൾഡ് ഫോർ എവറി 10 ഡിഗ്രി റേസ്ഡ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടുമ്പോൾ തന്നെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും? നിയർലി ഡബിൾ ആയിരിക്കും അല്ലേ? നിയർലി 10 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ചൂട് കൊടുക്കുമ്പോഴത്തേക്കും എന്താവും? റേറ്റ് ഓഫ് ഇക്വേഷൻ നിയർലി ഡബിൾ ആവും. അതായത് സ്പീഡ് ഡബിൾ സ്പീഡായിട്ട് നമ്മൾ റിയാക്ഷൻ നടക്കും. ഇതാണ് ഇതിൽ പറയുന്നത്. According to this theory, the reactant molecule have a activate or raise to higher energy level before they getting converting to product. അതായത് പ്രോഡക്റ്റ് ആവുന്നതിന് മുമ്പേ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഈ റിയാക്റ്റന്റ് മോളിക്യൂൾ എന്താവും? ഒരു ആക്റ്റീവ് ആവും അല്ലെങ്കിൽ റേസ് ആവും. ഒരു എനർജി, ഒരു പ്രത്യേക എനർജി, ആക്ടിവേഷൻ എനർജി എന്ന് പറയും അതിന്. ദിസ് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. അതായത് അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റിയാക്റ്റൻറ്റിന് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഈ റിയാക്റ്റൻ്റ് എന്താവും? ആക്റ്റീവ് ആവും. ഒരു ഹയർ എനർജി ലെവലിലേക്ക് ആക്റ്റീവ് ആവും. ഒരു ഹയർ എനർജി ലെവലിലേക്ക് ഇത് ആക്റ്റീവ് ആവും. ആൻഡ് ദിസ് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജീൻ്റെ ഒരു ഡിനോട്ടേഷൻ ആണ് EA. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് H2 + I2 gives 2HI. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആണ് ഇത്. അതായത് ഇതാണ് ഈ നമ്മളെ ആക്ടിവേഷൻ എനർജി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു റിയാക്റ്റൻറ്റിൻ്റെ ഈ ഒരു മോഡൽ ഈ ഒരു അവസ്ഥേനാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയാം. എന്താണ് ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവേറ്റഡ് എനർജി കൊടുക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയാം. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്താണ്? അൺസ്റ്റേബിൾ ആണ്.
അല്ലേ? അന്ന് നമുക്ക് ആ ഡോട്ടഡ് ലൈൻ കണ്ടാൽ തന്നെ അറിയാം എന്താണെന്ന്. ഇത് അൺസ്റ്റേബിൾ ആണ് ആൻഡ് ഷോർട്ട് ലീവിങ് ആണ്. ഇത് പെട്ടെന്ന് എന്താവും? ഷോർട്ട് ലീവിഡ് ആണ്. ഇത് പെട്ടെന്ന് എന്താവും? പൊട്ടിപ്പോവും. ഇതിന്റെ ബോണ്ട് വെരി അൺസ്റ്റേബിൾ ആണ്. നമ്മൾ ആ എനർജി കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആക്റ്റീവ് കോംപ്ലക്സ് ആയിട്ട് അത് മാറുന്നത്. അത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് ഉണ്ട് ആൻഡ് ഒരു ഇക്വേഷൻ. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ആരീൻസ് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ കൊണ്ട് പഠിച്ചാൽ ഈ ചാപ്റ്റർ നമുക്ക് ലൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ എനർജി ആൻഡ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ടെമ്പറേച്ചർ റേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്താണ് നമ്മൾ എന്താവാ? ആക്റ്റീവ് എനർജി നമുക്ക് കിട്ടുക. ഈ ആക്റ്റീവ് എനർജി കൊടുക്കുന്നത് ഈ സ്ഥലത്ത് നിന്നാണ്. എന്ത് കോംപ്ലക്സ്? ആക്റ്റീവ് കോംപ്ലക്സ് എന്തുണ്ടാവാം? ആക്റ്റീവ് കോംപ്ലക്സ് ഉണ്ടാവാം. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആ ആക്ടിവേഷൻ എനർജി തീരുന്ന ആ സ്പോട്ടിൽ തന്നെ അത് എന്തായി മാറും? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഗ്രാഫ് കണ്ട് അരീൻസ് ഡെവലപ്പ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് എന്ത്? നോക്കാം. അരീൻസ് ഡെവലപ്പ് ഇക്വേഷൻ. അരീൻസ് എന്താക്കി? ഒരു ഇക്വേഷൻ ഡെവലപ്ഡ് ചെയ്തു. K is equal to, rate of equation is equal to AE raised to minus AE by RT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആര് ഡെവലപ്പ് ചെയ്തു? അരീൻസ് ഡെവലപ്പ് ചെയ്തു. ഇതിൽ A എന്ന് പറയുന്നത് എന്താണ്? അരീൻസ് ഫാക്ടർ ആണ്. A എന്ന് പറയുന്നത് എന്താണ്? അരീൻസ് ഫാക്ടർ ആണ്. ആൻഡ് AE എന്താണെന്ന് നമുക്കറിയാലോ, ആക്ടിവേഷൻ എനർജി ആണെന്നറിയാം. പിന്നെ R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് T എന്താണ്? ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇതില് നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ നമ്മൾ ടേക്കിംഗ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ, ലോഗ് ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. ലോഗ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ IN is equal to NA minus A E by RT എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പോലെ തോന്നുന്നുണ്ടോ? ഇത് y is equal to mx plus c എന്ന് തോന്നുന്നുണ്ടോ? യെസ്, നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ as mentioned that y is equal to mx plus c എന്ന് പറയുന്നത്, അതായത് ms plus c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയി മാറി. അതായത് log k എടുത്തു കഴിഞ്ഞാൽ t by 1 is equal to a straight line. ഈ ഒരു സ്ലോപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? EA by RT എന്ന് വിളിക്കാം അല്ലേ? സ്ലോപ്പിനെ EA by RT. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇനി എന്താക്കാൻ പോവാണ്? കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ലോഗിലേക്ക് കൺവേർട്ട് ചെയ്താൽ log k is equal to log A minus AE raised to AE by 2.303 RT. ഇതാണ് നമ്മുടെ കെന്റെ ഇക്വേഷൻ ഓർ അരീൻസ് ഇക്വേഷന്റെ ഡെവലപ്പ് ചെയ്ത് വന്ന ഇക്വേഷന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് എന്ത്? log k is equal to log A minus AE by 2.303 RT. ഓക്കെ, ഇത്രയുള്ള ഈ ചാപ്റ്റർ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്. ഇതിലൊരു ചെറിയൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ്? അപ്പോൾ ഇത് എളുപ്പമാണ്. നമ്മൾ പഠിച്ച ഓർഡർ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഇൻ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷൻ്റെ സമ്മിൻ്റെ പവറിൻ്റെ സമ്മാണ് എന്ത്? ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ്
എന്താണ് മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻറ്റ് വിച്ച് കൊളോയിഡ് സൈമിൾട്ടേനിയസ്ലി ടു ഫോം പാർട്സ്. എന്താണ് കൊളോയിഡ്സ് പാർട്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റിയാക്റ്റൻറ്റിൻ്റെ നമ്പറിനെയാണ് എന്ത് മോളിക്യുലാരിറ്റി എന്ന് വിളിക്കാം. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ക്യാൻ ബി ഓൺലി ഫൗണ്ട് ബൈ എക്സ്പെരിമെൻറ്റ്. നമുക്ക് ഓർഡർ എങ്ങനെ കിട്ടുള്ളൂ? ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഓർഡർ കിട്ടുള്ളൂ. പക്ഷേ മോളിക്യുലാരിറ്റി ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സിമ്പിൾ ഇക്വേഷൻ. ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മോളിക്യുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ക്യാൻ ബി സീറോ ഓർ ഫ്രാക്ഷണൽ നമ്പേഴ്സ്. സീറോ ഓർ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആവാം എന്ത് ഓർഡർ. മോളിക്യുലാരിറ്റി ഒരിക്കലും എന്താവില്ല? സീറോ ഓർ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആവില്ല. ഇറ്റ് ഈസ് ഓൺലി കൗണ്ടിങ് നമ്പേഴ്സ് മാത്രമേ എന്താവുള്ളൂ? മോളിക്യുലാരിറ്റി ആവുള്ളൂ. ഓക്കെ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ആപ്ലിക്കബിൾ ടു ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലെക്സ് റിയാക്ഷൻ. എലമെൻ്ററി ആയിട്ടുള്ള റിയാക്ഷനും കോംപ്ലെക്സ് റിയാക്ഷൻസിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആണ് എന്ത്? ഓർഡർ ഓഫ് റിയാക്ഷൻ. ആൻഡ് മോളിക്യുലാരിറ്റി ഓഫ് റിയാക്ഷൻ ഓൺലി ആപ്ലിക്കബിൾ ഫോർ എലമെൻ്ററി റിയാക്ഷൻ. എലമെൻ്ററി റിയാക്ഷനിൽ മാത്രമേ എന്ത് നമുക്ക് ഉണ്ടാവുള്ളൂ? മോളിക്യുലാരിറ്റി ഉണ്ടാവുള്ളൂ.